മലപ്പുറം ജില്ലയിൽ ബി.ജെ.പിക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് തവനൂർ. തവനൂരിൽ ഇത്തവണ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രവി തേലത്താണ്. നേരത്തെ അദ്ദേഹം മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമാണ് ഇത്തവണ എൻ.ഡി.എക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത്. അദ്ദേഹം തവനൂർ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളും മറ്റും നമ്മളോട് സംസാരിക്കുന്നു. എന്തൊക്കെയാണ് ബി.ജെ.പി പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്ന തവനൂർ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ? തവനൂരിൽ കഴിഞ്ഞ 15 വർഷമായി ശ്രീ കെ.ടി. ജലീലാണ് എം.എൽ.എ. 10 വർഷം സംസ്ഥാന ഗവൺമെൻറ്റും LDF ആണ്. അതിനു മുമ്പ് UDFൻ്റെയും ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFും LDFും ഏതാണ്ട് തത്തുല്യമായ ശക്തികളായിട്ട് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യമായ ഒരു വികസനം ഇവിടെ നടപ്പിലായിട്ടില്ല. എന്തിനു വേണ്ടി ഇത്തവണ വോട്ടർമാർ എൻ.ഡി.എക്ക് വോട്ട് ചെയ്യുന്നു? കേരളത്തിൻ്റെ വികസനം, നേരത്തെ പറഞ്ഞ പോലെ 10 പേർക്ക് തൊഴിൽ ലഭിക്കുക, അവർ ഇവിടെ അധ്വാനിച്ച് അവർ സ്വാവലംബിയായിട്ട് മാറുക, ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ നാട്ടിലതിൻ്റെ ഗുണമുണ്ടാവുക, സൗകര്യങ്ങളുണ്ടാവുക, അതോടൊപ്പം തന്നെ ഇതേപോലെ സാംസ്കാരികപരമായിട്ട് നിലനിൽക്കുന്ന അതിൻ്റെ പൈതൃകങ്ങളെ തകർക്കാതെ നിലനിർത്തുക, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ വേണമെങ്കിൽ തീർച്ചയായും വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം വേണമെങ്കിൽ അതിൽ വികസിത തവനൂരും ഉണ്ടാകണം എന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ബി.ജെ.പി തവനൂരിൽ വയ്ക്കുന്ന രാഷ്ട്രീയം? ഇടതുപക്ഷത്തിൻ്റെ അഴിമതിയുടെ, അമ്മായിയപ്പൻ്റെയും മരുമകൻ്റെയും ഭരണത്തിൻ്റെ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യുന്നു. UDFൻ്റെ ഭാഗത്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കാൽക്കൽ അടിയുറച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്ന സ്ഥാനാർത്ഥികൾ വരണം, അവർക്കാണ് ഇത് നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചർച്ചാ രാഷ്ട്രീയം അവിടെയുണ്ട്. അപ്പോൾ വർഗീയ ശക്തികളുടെ, അഴിമതിക്കാരുടെ, വികസനം നടപ്പിലാക്കാതെ കുറച്ച് കാലങ്ങളായിട്ട് മാറി മാറി ഭരിച്ചവരുടെ എല്ലാം വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളും ആ മുന്നണികളുടെ പ്രവർത്തനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രചരണത്തിന് തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്നതാണോ? മുൻകാലങ്ങളിൽ ബി.ജെ.പിയെ ഒരു പരിഗണിക്കലുണ്ടായിരുന്നില്ല. ബി.ജെ.പി മത്സരിക്കും എന്നല്ലാതെ LDFും UDFും എന്നുള്ള രണ്ട് ഓപ്ഷൻ, മറ്റേ ബൈപ്പോളർ പൊളിറ്റിക്സാണ് അന്ന് ചർച്ച ചെയ്തിരുന്നത്. ആ വർഷത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ചിത്രം മാറിയിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ടുള്ള പരമ്പരാഗതമായി ബി.ജെ.പിക്ക് കിട്ടുന്ന വോട്ടിന് പുറമെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി ഇന്നലകളിൽ നിന്നിരുന്ന കുടുംബങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം നമുക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നു. അവർ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മാറ്റം തുടങ്ങാം എന്ന സന്ദേശം അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും മാറ്റമുണ്ടാകും. ഇത്തവണ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. വികസിത കേരളത്തിനായി മാറ്റം എന്ന സന്ദേശം തവനൂരിലെ വോട്ടർമാർ ഉൾക്കൊള്ളുമെന്ന ആത്മവിശ്വാസത്തിലാണ് രവി തേലത്ത്. തവനൂരിൽ നിന്നും ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി.കെ. അരവിന്ദൻ, അമൃത ന്യൂസ്.